ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞാൻ കായൽ നീന്തി ആ വീടിനടുത്തെത്തി. അകത്ത് കയറാൻ കഴിഞ്ഞില്ല. പിന്നെ ആ മുള്ളുവേലിയിൽ ചാരിയിരുന്ന് സുഖമായി ഉറങ്ങി. സൂര്യോദയത്തിന് മുമ്പ് തിരികെ നീന്തി പോന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നു? ഏതോ ഉൾവിളിയുടെ സമ്മർദ്ദം. അപ്പൊ ശരിക്കും വട്ടായിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത്? ചിലപ്പോ അതുകൊണ്ടാകാം. ഗോവിന്ദൻകുട്ടി, നമുക്കും വട്ടാകുന്നതിന് മുമ്പ് തിരിച്ചു പോകാം. ഈ സ്ഥലം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. എനിക്കൊരു തരം തരിതരിപ്പ്. എനിക്ക് പോവാം. എന്താണ് പ്രശ്നം? പ്രശ്നം ലളിതവും സുന്ദരവുമാണ്, പക്ഷേ ഗുരുതരവും. ഇവിടെ ഇപ്പം എൻ്റെ കൂടെ വേറൊരാളുമുണ്ട്. ആര്? ഒരു പെണ്ണ്. പെണ്ണ ഇവിടെ? അത് കൊള്ളാലോ. കൊള്ളാമോ? എവിടെയാ? ആ മുറിക്കകത്ത് കയറി നിൽപ്പുണ്ട്. വിസ്തരിച്ചിട്ട് ഒന്നെളുപ്പം ഒഴിവാക്കിത്ത. വാടാ. ആള് കടന്ന. ഇവിടെ ആരുമില്ലല്ലോ ശ്രീകുട്ട. അവിടെ ഇരിപ്പുണ്ട് കള്ളി. എന്താ ഇറങ്ങി വരാൻ ഇത്ര മടി? ഇറങ്ങിക്കേ. ഇറങ്ങുന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. കണ്ടിട്ട് എങ്ങനെയുണ്ട് പാർട്ടി? കുഴപ്പമില്ല. ഇവരാണ് എന്റെ ഫ്രണ്ട്സ്. ആരാ എന്താ എന്നുള്ള സത്യം തുറന്നു പറഞ്ഞേരെ. ഉള്ളത് തുറന്നു പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും റിമാൻഡ് ഹോമിലായിരിക്കും രാത്രി കിടക്കുക. നാണക്കേടാ. ആദ്യം അവരോട് ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചു തരാൻ പറ. എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഉത്തരം കൊട്. എന്തിന്? അവള് പറഞ്ഞതിന്. എന്തു പറഞ്ഞു? ആരാണെന്ന് കണ്ടുപിടിച്ചു കൊടുക്കാൻ. കേട്ടില്ലേ? കുറെ നേരമായല്ലോ. ഏത് സൗദാമിനിയുടെ കാര്യം നീ പറയുന്നത്? ദേവളെ കുറിച്ച്. അവിടെ ആരും ഇല്ലല്ലോ ശ്രീകുട്ട. നിങ്ങൾ എന്തായി പറയുന്നത്? ഇരിക്കുന്ന ആളെ കണ്ടില്ലേ? ഇല്ല. ഇത് ശരിയാവില്ല ഗോവിന്ദൻകുട്ടി. ഞാൻ ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറ. ഇല്ലാ കഥകൾ ഉണ്ടാക്കി ഇവിടെ താമസത്തിന് പറ്റിയല്ലെന്ന് വരുത്തി തീർത്ത് മുങ്ങാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. നീ അവിടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മൂട്ടുണ്ടോ? അല്ല, പെണ്ണുണ്ട്. ശരിയാ. ഒരാൾ ഇരിക്കുന്നിടത്ത് വേറൊരാൾ കയറി ഇരിക്കുന്നത് പോലുള്ള ഒരു മര്യാദകേട് ഞാൻ കാണിക്കാൻ പാടില്ലല്ലോ. ഗോവിന്ദൻകുട്ടി കയറിയതപ്പോ സ്ത്രീയുടെ സങ്കല്പ സൗദാമിനിക്ക് എന്ത് പറ്റി? ഞളങ്ങിപ്പോയാ അല്ലെ ഒടിഞ്ഞു പോയാ? അവൾ അവന്റെ ദേഹത്തോടെ കയറി ഇങ്ങി പോന്നു. ഇവിടെ നിൽക്കുന്നു. എന്താണ് ഇത്? പണ്ടൊന്നും ഇത്രയില്ലായിരുന്നു ഇവന്റെ ഒരു കാര്യം. എന്താ ഇത്? എന്താ ഇങ്ങനെയൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു ഗോസ്റ്റ് ആണോ? ഇനി വല്ല പ്രേതബാധയുള്ള വീടാണ് ഗോവിന്ദൻകുട്ടി ഇത്. ഇനി ഈ മുറിക്കകത്ത് നീ കയറണ്ട. ഇങ്ങനെ ഒരു മുറിയേ ഇവിടെ ഇല്ല.
ഇന്ന് ഞാൻ ഇവന്റെ കൂടെയാ കിടക്കുന്നത്, അല്ലെങ്കിൽ നാളെ ഇവൻ വേറെന്തെങ്കിലും സങ്കല്പിക്കും. വാടാ. മനുഷ്യ ശരീരത്തിന് 9 ആവരണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ഈ ആവരണങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കും. മരിച്ചുപോയ ഒരാളുടെ ബാഹ്യരൂപത്തിന്റെ ഫിസിക്കൽ അപ്പിയറൻസിന്റെ ആവരണം ശക്തമാണെന്നിരിക്കട്ടെ, അതുപോലെ ജീവിച്ചിരിക്കുന്ന ഒരാളിന്റെ കാഴ്ചയുടെ ആവരണവും ശക്തമാണെങ്കിൽ അയാൾക്ക് മരിച്ചുപോയ ആളുടെ ബാഹ്യരൂപം കാണാൻ പറ്റും. ഇവിടെ മരിച്ചുപോയ ഏതോ ഒരു സ്ത്രീയുടെ ബാഹ്യരൂപത്തിന്റെയും ശബ്ദത്തിന്റെയും ആവരണം ശക്തവും, ജീവിച്ചിരിക്കുന്ന ശ്രീകുമാറിന്റെ കാഴ്ചയുടെയും കേൾവിയുടെയും ആവരണം അതുപോലെ തന്നെ ശക്തവുമായതുകൊണ്ട് ശ്രീകുമാറിന് അവളെ കാണാനും കേൾക്കാനും സാധിക്കുന്നു. അങ്ങേർക്ക് വേറെ ജോലിയൊന്നും ഏ?